ദൈവത്തിന്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഹിതമായിരിക്കുന്ന ഈ സായന സമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം തന്ന മറ്റൊരു ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രത്യേകാൽ റിവൈവൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചില നാളുകളായി നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ എനിക്കും ഭാഗവാക്കാകുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകാൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന സബിൻ പാസ്റ്ററും കുടുംബത്തിനും, പ്രത്യേകാൽ ഇന്ന് ലീഡ് ചെയ്യുന്ന അതിൻ്റെ പിതാവിനും മാതാവിനും ഒക്കെയും പ്രത്യേകാലുള്ള സ്നേഹവന്ദനം, നന്ദി ആദ്യമായിട്ട് അറിയിക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രികാലത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് തിരുവചനത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. അതിനാധാരമായിട്ട് ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. ഹഗ്ഗായി 2:23. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എൻ്റെ ദാസനായി ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. വായിച്ച തിരുവചന ഭാഗത്തിൽ നിന്ന് ഇന്ന് രാത്രികാലത്തേക്ക് മാത്രം ഒരു ചിന്താവിഷയമായി അതിനെ അടർത്തിയെടുക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ്: ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും. രാത്രികാലം നമ്മൾ തികഞ്ഞ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ആരൊക്കെ അകറ്റിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും നമുക്ക് ആരുമില്ലെന്നോ നമ്മൾ ഒറ്റപ്പെട്ടെന്നോ ഉള്ള തോന്നലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന ഒരു യാഥാർത്ഥ്യ ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. ദൈവം നമ്മോട് ആലോചനയായ അരുളപ്പാട് അവിടെ പറഞ്ഞ് ദൈവം അരുളി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മുടെ അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ എടുത്ത് മോതിരമാക്കാം. സ്തോത്രം. ദൈവത്തിന്റെ കരത്തിൽ എടുത്ത് ഉപയോഗിക്കപ്പെടുന്ന തലത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവമായ കർത്താവ് എല്ലാ കാലത്തും നമ്മളെ ശക്തീകരിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ഈ ഹഗ്ഗായി പ്രവചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അറിയാവുന്നതായിരിക്കാം. പാർസി രാജാവായ കോരശിന്റെ വിളംബര പ്രകാരം യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട് ഭരണാധികാരിയായിരുന്ന സെരുബ്ബാബേലും പുരോഹിതനായ യോശുവയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. എന്നാൽ ചുറ്റുമുണ്ടായിരുന്ന ജനത്തിന്റെ എതിർപ്പ് കാരണം പണി നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് 16 വർഷത്തിന് ശേഷം ഹഗ്ഗായി പ്രവാചകനും സെഖര്യാ പ്രവാചകന്റെയൊക്കെ കാലത്ത് അവരുടെ ദൈവാലോചന പ്രകാരവും പ്രവചന പ്രകാരവും അവരുടെ ഉത്സാഹിപ്പിക്കൽ ഒക്കെ അനന്തരമായി പണി പുനരാരംഭിക്കുവാൻ 4 വർഷം കൊണ്ട് ആലയം പണി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെയാണ് അതിന്റെ പശ്ചാത്തലമായിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആലോചന കേട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ പലപ്പോഴും ഇറങ്ങിത്തിരിക്കും. നമ്മൾ പല കാര്യങ്ങൾക്ക്, പല ഉദ്യമനങ്ങൾക്കും സമർപ്പിക്കും. പക്ഷേ അത് ഇറങ്ങിക്കഴിയുമ്പോഴാണ് ചുറ്റുമുള്ള എതിർപ്പുകൾ അവിചാരിതമായി, അപ്രതീക്ഷിതമായി നമുക്കെതിരെ വരുന്നത്. യേശു കർത്താവ് കടലിന്മേൽ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസിന് ഒരു ആഗ്രഹം തോന്നി, കർത്താവ് നീയാകുന്നെങ്കിൽ എന്നോടും കൂടെ നടക്കുവാനായിട്ട് കൽപ്പിക്കണമേ. വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടുകൂടെ ഇറങ്ങി നടന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, നിൽക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കരയിലോ പടകിലോ നടക്കുന്നത് പോലെ എളുപ്പമല്ല കടലിൽ നടക്കുക എന്നുള്ളത്. അപ്പോൾ താഴുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകൾ, പ്രതികൂലങ്ങൾ, വ്യക്തികളുടെ ആരോപണങ്ങൾ, അവഗണനകൾ അതീതമായി വരുമ്പോൾ പലപ്പോഴും നമുക്ക് അറിയാത്ത തലത്തിലുള്ള ഈ പണി നിർത്തിവെച്ചതുപോലെ ഇനിയിപ്പോൾ വേണ്ട, ഇതാണോ ജീവിതം, ഇതാണോ ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ തള്ളപ്പെട്ടു, ഇതുകൊണ്ടൊരു എന്തിനാണ് എന്നുള്ള തോന്നലുകൾ പോലെ ഒരു പിന്മാറ്റപരമായ ചിന്താഗതികളോ മനോഭാവങ്ങളോ ഒക്കെ നമുക്ക് ഉണ്ടായി എന്ന് വരാം. എന്നാൽ അവിടെ പ്രവാചകൻ ഉത്സാഹിപ്പിച്ചപ്പോൾ, പ്രവാചകൻ ആലോചന പറഞ്ഞപ്പോൾ പണി പുനരാരംഭിക്കുകയാണ്. ഇത് രാത്രികാലം ദൈവത്തിന്റെ വചനം നമ്മെ ഉത്സാഹിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ്, നമ്മെ തളർത്തുന്നതല്ല, താഴുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ്. ഈ രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ തളർന്നു പോകുന്ന വിഷയങ്ങളിൽ ദൈവം നമ്മെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ ബുദ്ധി ഉപദേശിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹഗ്ഗായി എന്ന പേരിന്റെ അർത്ഥം തന്നെ, പേരിടുവാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ഉത്സവം എന്ന അർത്ഥം വരുന്ന ഒരു പേരിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഉത്സാഹിപ്പിക്കുവാനും സന്നദ്ധനായിരുന്നു. നമുക്കും അറിയാം, നമുക്ക് ഒരു ഉത്സവമൊക്കെ വരുന്നെങ്കിൽ, ആഘോഷമൊക്കെ വരുന്നെങ്കിൽ അതിന് പോകാൻ ഒരു താല്പര്യം കാണും അല്ലേ? പ്രാർത്ഥനയ്ക്ക് പോകാനാണോ ഉത്സവത്തിന് പോകാനാണോ താല്പര്യം ചോദിച്ചാൽ അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. അപ്പൊ ഉത്സവത്തിനോട് പോകാനായിട്ട് നമുക്ക് മനുഷ്യനും പിള്ളേർക്കും ഒക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. അതുപോലെ ഉത്സാഹിപ്പിക്കുക, ഉത്സാഹത്തിന്റെ പേരിൽ നിന്ന് ഉത്സാഹിപ്പിക്കുക തലത്തിലേക്ക് വന്നു. നമ്മുടെ ആരാധന എന്ന് പറയുന്നത്
ദൈവസന്നിധിയിൽ വരുന്ന എന്ന് പറയുന്നത് ഒരു ഉത്സവത്തിന്റെ പ്രതീതി ഉളവാക്കുന്നതാകണം. നമ്മിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഓരോ ദിവസവും ദൈവത്തിന്റെ അടുത്തേക്ക് ഒരു ഉത്സവം ആചരിക്കുവാൻ തരത്തിൽ വരുന്ന രീതിയിൽ നാം കടന്നു വരുമ്പോൾ, നാം ഉത്സാഹിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുമ്പോൾ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുത്തതിന്റെ തലത്തിലുള്ള ഞാൻ നിന്നെ എടുത്ത് മുദ്രമോദ്രമാക്കുമെന്ന വചനത്തിന്റെ വ്യവസ്ഥിതിയിലേക്ക് കടന്നു വരുവാൻ ദൈവം പ്രവർത്തിക്കുന്ന സമയങ്ങൾ മുൻപിലുണ്ട്. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. സ്വത്രം. മുദ്രമോദ്രം ഞാൻ നിന്നെ എടുത്ത് മുദ്രമോദ്രമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുദ്രമോദ്രം എന്ന വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് മുദ്രമോദ്രം എന്നൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുമ്പോൾ പശ്ചാത്തലപരമായി ചരിത്രപരമായി നമുക്ക് അറിവുള്ളതാണ്. പഴയ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ വിളംബരത്തെ അഥവാ നിയമനിർമ്മാണത്തെ അത് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ രാജാവ് അവരുടെ അധികാരത്തിന്റെ മോതിരം അല്ലെങ്കിൽ മുദ്ര വെച്ച്, അതിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സീല് വെച്ചതിന് ശേഷമാണ് അത് പ്രാബല്യത്തിൽ വരത്തക്കവണ്ണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് മുദ്രവെക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന സ്വന്തം. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജീവിതത്തിൽ നമ്മെ ദൈവം എടുത്തൊരു മുദ്രയാക്കി മാറ്റും എന്നാണ് ദൈവം പറയുന്ന. സ്തോത്രം. അതിന്റെ അർത്ഥം നമുക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള നിയമങ്ങളോ നിയമാവലികളോ മുദ്രണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഭാരപ്പെടേണ്ട. അതിന് വൈരുദ്ധ്യമായി നാം തന്നെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന, മുഖമുദ്രയാക്കി മാറ്റുന്ന മറ്റൊരു തലത്തിലേക്ക്, അതിന് അതീതമാകുന്ന തലത്തിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടുവരുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ദൈവം ഇടയാക്കുമാറാകട്ടെ. സ്വതന്ത്രം. നമ്മുടെ കർത്താവ് രക്ഷിതാവായിരിക്കുന്ന യേശു കർത്താവിന്റെ അനുഭവത്തിലൂടെ തന്നെ ആ മുദ്രയുടെ ഒരു വ്യത്യസ്തത നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. സ്വതന്ത്രം. യേശു കർത്താവിനെ ക്രൂശിച്ചു, കല്ലറയിൽ അടക്കിയ സമയം നമുക്കറിയാം. അവിടെ റോമാ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചു. ആരും തുറക്കാതെ വണ്ണമുള്ള ഒരു അവസ്ഥയിൽ അവരെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്ത കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. നോക്കണേ, കർത്താവിന് എന്നാൽ മൃതശരീരം വിട്ടുകൊടുത്ത് ആ മൃതശരീരത്തോടും ഒരു ബഹുമാനം കാണിക്കാതെ ഒരു നികൃഷ്ടമായ തലത്തിൽ അവിടെ പ്രവർത്തിച്ചു വരികയാണ്. അവർ പറയുകയാണ്, യേശുവിന്റെ ശിഷ്യന്മാർ ആ ശരീരം എടുത്തുകൊണ്ട് പോയാൽ പിന്നെ പഴയതിനേക്കാൾ മോശകരമാകും, അതുകൊണ്ട് കാവൽക്കൂട്ടത്തെ തരണമെന്നാണ് പിലാത്തോസിന്റെ അടുക്കൽ പോയി പറഞ്ഞിട്ടുള്ളത്. ഈ ചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല. നോക്കണേ, കർത്താവ് എന്നാ മരിച്ചു ആ സമയത്ത്, എന്നാ പിന്നെ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രത്യേകതരം ശവക്കല്ലറയിൽ അവരുടെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അതിനെ നികൃഷ്ടമായി ഉപദ്രവിക്കുന്ന, അപമാനിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് കാഴ്ചവെച്ചത്. അപ്പൊ ഒരു കാവൽക്കൂട്ടം അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് ആരിടറിയാലും ഞാൻ ഇടറില്ലെന്ന് പറഞ്ഞ കൂടെ നിന്ന ശിഷ്യന്മാരൊക്കെയും, ഒരുപാട് പേർ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും ശിഷ്യന്മാരും ഒക്കെ കർത്താവിനുണ്ടായിരുന്നു. അവരാരും ഈ കാവൽക്കൂട്ടത്തെ ഭയന്ന് കർത്താവിന്റെ കല്ലറയുടെ അടുക്കലേക്ക് വരുവാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു സമയം. എന്നാൽ അവിടെ നമ്മൾക്ക് കാണുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ആ മുദ്രയെ പൊട്ടിച്ചു മാറ്റി എന്നുള്ളതാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ആർക്കും സഹായിക്കാനായിട്ട് ചിലപ്പോൾ കഴിയണമെന്നുണ്ടായിരിക്കാം, അവർക്ക് മനോഭാവം ഉണ്ടായിരിക്കാം. പക്ഷെ അടുക്കാൻ കഴിയാതെ വണ്ണം ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന് വരാം. ചുറ്റും കാവൽക്കൂട്ടത്തെ പോലെ കർത്താവിന്റെ കല്ലറ ഒറ്റപ്പെട്ടതുപോലെ ചുറ്റും ശത്രു സൈന്യ സമാനമായിരിക്കുന്ന ഒരു അവസ്ഥ, നമ്മൾ അകപ്പെട്ടു, തകർന്നു പോകുന്ന അവസ്ഥ, മുന്നോട്ട് ഗമിക്കാൻ സാധ്യമല്ല, അടയപ്പെട്ടു, ഇരുട്ടിന്റെ അറയിൽ ആകപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളായെന്ന് വരാം. പക്ഷേ അത് നല്ലതിനാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ദൂതൻ ഇറങ്ങുകയുള്ളൂ. അത് ദൂതൻ ഇറങ്ങുവാൻ വേണ്ടിയുള്ള ഒരു അടയാളമാണ്. ദൂതൻ ഇറങ്ങണമെങ്കിൽ ചിലരൊക്കെ എതിരായിട്ട് നിൽക്കണം. ദൂതൻ ഇറങ്ങണമെങ്കിൽ ആരും സഹായിക്കാനോ അന്വേഷിക്കാനോ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകണം. അഥവാ ദൂതൻ ഇറങ്ങി എല്ലാവരും ഉള്ളപ്പോൾ ഇറങ്ങിയ നമുക്കും ഒരു വില കാണത്തില്ല. എല്ലാവരും ഉണ്ടല്ലോ, ദൂതൻ എവിടെ നിൽക്കും, പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് എൻ്റെ ടൈം കഴിഞ്ഞിട്ട് മതി എന്ന് ചിലപ്പോൾ നമ്മളും പറഞ്ഞു കളയും. അങ്ങനെ വരാതിരിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിക്കുവാൻ വേണ്ടി പലപ്പോഴും എതിർപ്പുകളുടെയും ഒറ്റപ്പെടലിന്റെയും ഒക്കെ ഒരു അനുഭവത്തിൽ നമ്മൾ ആയി എന്ന് വരാം. അത് ദൈവത്തിന് നമ്മെ കാണുവാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദൂതനുമായിട്ടുള്ള ഒരു സാന്നിധ്യവും സാമീപ്യവും രുചിച്ചറിഞ്ഞും തിരിച്ചറിഞ്ഞും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകട്ടെ. സ്വതന്ത്രം. ഹല്ലേലൂയ. അവിടെ ഇമ്പീരിയൽ മുദ്ര എന്ന് പറയുന്നത്, മുദ്ര എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സീല്, സ്റ്റാമ്പ്, ഇതൊക്കെയാണ് അന്വർത്ഥമാക്കുന്നത്. നമ്മുടെ നാട്ടില് വിവിധതരം സ്റ്റാമ്പുകൾ, മുദ്രകൾ ഉണ്ടല്ലോ. ഈ ക്രയവിക്രയമൊക്കെ ചെയ്യുമ്പോൾ സ്ഥലത്തിൻ്റെയൊക്കെ വേണ്ടിയുള്ള ചില മുദ്രകളുണ്ട്. നോട്ടറി അറ്റസ്റ്റേഷൻ ഉണ്ട്, കേരള ഗവൺമെന്റിന്റെ സീലുണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ സീല്, ഇതൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം. എഴുത്തൊക്കെ അയക്കുമ്പോഴുള്ള സ്റ്റാമ്പ്,
അങ്ങനെ വിവിധതരം സ്റ്റാമ്പുകൾ, സീലുകൾ ഒക്കെയാണ് ഈ മുദ്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ കാലഘട്ടത്തിലും വിവിധ തരം മുദ്രകൾ, സീലുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു, വിവിധ ആവശ്യങ്ങൾക്കനുസൃതമായി. അപ്പോൾ ഈ ഇമ്പീരിയൽ മുദ്ര എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഭാവനതലമായിരിക്കാം, ശരിയായ കാര്യമായിരിക്കാം, തൽക്കാലം നമുക്കത് ചിന്തയ്ക്ക് വേണ്ടി എടുക്കാവുന്നതാണ്. ആ കാലത്തിലെ കൈസരുടെ മുഖഭാവങ്ങളാണ് ഓരോരോ ആവശ്യങ്ങൾക്കായിട്ടുള്ള മുദ്രകൾക്ക് വേണ്ടിയുള്ള സീലുകൾ, സ്റ്റാമ്പുകൾക്കായിട്ട് പടമായിട്ട് വരച്ചെടുക്കുന്നത്. അതിലേറ്റവും വിരൂപമായ, ഏറ്റവും കോപപരവശനായിരിക്കുന്ന ഒരു മുഖഭാവം എടുക്കും, രൗദ്രഭാവം എടുക്കും. അതാണ് ഇമ്പീരിയൽ മുദ്രയോട് സാമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വരച്ചിരിക്കുന്നത്. എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ കൽപ്പന തെറ്റിച്ചാൽ, ഈ റൂൾസ് വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രാജാവിന്റെ ഈ മുഖം കാണേണ്ടി വരും. നമ്മൾ പറയാറില്ലേ, എനിക്ക് വേറൊരു മുഖം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ല, ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ലേ? എൻ്റെ വേറൊരു മുഖം, വിരൂപമായ മുഖം. നമുക്ക് അഥവാ ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് കണ്ണാടി നോക്കിയാൽ മതി എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മുഖം, അതാണ് ഇമ്പീരിയൽ മുദ്രയുടെ മുഖം എന്ന് പറയപ്പെടുന്നത്. അഥവാ ഈ കല്ലറ പൊട്ടിച്ചാൽ രാജാവിന്റെ കോപത്തിന് പാത്രമാകും എന്നർത്ഥമാക്കുന്ന മുദ്ര. എത്ര വിരൂപമായ മുദ്രയാണെങ്കിലും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ലേഖനങ്ങളിൽ പിന്നീട് നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നു, അവൻ തത്വത്തിന്റെ മുദ്ര. സ്തോത്രം പറയുക. അപ്പോൾ നമ്മുടെ വാക്യം ഏതാണ്? ഹഗ്ഗായി 2:23, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. യേശു കർത്താവിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. കല്ലറയ്ക്കകത്ത്, ഇമ്പീരിയൽ മുദ്രയ്ക്കകത്ത് അകപ്പെടുത്തി കളഞ്ഞെങ്കിൽ പിന്നീട് യേശുവിനെ കുറിച്ച് വായിക്കുന്നു, അവൻ തത്വത്തിന്റെ മുദ്ര. തത്വത്തിന്റെ മുദ്രയായിരിക്കുന്ന ക്രിസ്തു ഇന്ന് രാത്രി നമുക്ക് വേണ്ടി, നമുക്കെതിരെയുള്ള ശത്രുവിന്റെ മുദ്രകൾ, വ്യക്തികളുടെ മുദ്രയിടലുകൾ, അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ദൈവികമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ തലമായി വ്യാപരിക്കുവാൻ തത്വത്തിന്റെ മുദ്രയായിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി രാത്രിയിലും പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യുവാൻ തക്കണം ഇടയാകുമാറാക്കട്ടെ ഈ വചനങ്ങളാൽ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ ദേശത്ത് വന്നപ്പോഴും, സൗദിയിലായിരുന്നു ആദ്യം, പിന്നീടാണ് യുകെയിലോട്ട് വന്നത്. സൗദിയിൽ പോയപ്പോഴും ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, അങ്ങോട്ട് വിടല്, പപ്പയോടൊക്കെ പറഞ്ഞതാണ്, അവിടെ ആരാധന സ്വാതന്ത്ര്യമില്ല, വേദപുസ്തകം കൈവച്ചാൽ ബീൻസ് അരിയുന്നത് പോലെ കൈയൊക്കെ അരിഞ്ഞു കളയും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, സൗദി ചെന്നപ്പോഴാണ് ദൈവം ഈ പ്രസംഗിക്കാനൊക്കെ, യാതൊരു പാസ്റ്ററുടെയോ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റി പോലും എനിക്കില്ല, നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അതുപോലും ഇല്ലാത്ത എന്നെ ദൈവം പ്രസംഗിച്ച് പരിശീലിപ്പിച്ചത് ആ പറഞ്ഞ രാജ്യത്ത് വെച്ചാണ്. ഈ രാജ്യത്ത് വന്നപ്പോഴും അങ്ങനെ കുറെ പേര് പറഞ്ഞു, UK യുവതലമുറകൾ വഴിതെറ്റി പോകുന്നു, അവിടെ ചർച്ചുകൾ അടഞ്ഞ് മറ്റ് പല ക്ലബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ശരിയാണ് കേട്ടോ, ഒരു പരിധിവരെ ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ ശരിയാണ്. പക്ഷെ ഞാനിവിടെ വന്ന ഈ ചർച്ച് ഇപ്പൊ 3-4 ബ്രാഞ്ചസ് ആയി പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിളർന്നതല്ല, വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആള് കൂടിയിട്ട് 3-4 ബ്രാഞ്ച് സ്ഥാപിച്ചു. രാവിലെ ഇതേപോലത്തെ സൂം മീറ്റിംഗ് ഞങ്ങൾക്ക് രാവിലെ 5:30 വൈകിട്ട് സെൽ മീറ്റിംഗ് ഉണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ 2 ബ്രാഞ്ച് ചർച്ചസ്. ഒരു ദിവസം രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ 12 hour സൺഡേ ഞങ്ങളുടെ സർവീസ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ. ഇങ്ങനെ ഞാൻ വന്നതിന് ശേഷം, ഞാൻ വന്നതിന്റെ ഇതാന്നുകൊണ്ട് പറയുകയല്ല, ഇവിടെ വന്നാൽ ചർച്ചകൾ അടയപ്പെടുമെന്ന് വിചാരിച്ച ചർച്ച് വലുതായി, ഇവിടെ പല ബ്രാഞ്ചുകളായി, പല മീറ്റിങ്ങുകൾ ആവിഷ്കരിച്ചു എന്ന് കണ്ണാലെ കാണുവാനും ഇന്ന് രാത്രി നിങ്ങളോട് വചനം പറയുന്നത് പോലെ അതിൻ്റെയൊക്കെ ഭാഗം ഒരു പരിധിവരെ ആകാനും ദൈവം അടിയനെ കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നന്മ വരികയോ വരുന്നതിന് മുന്നോടിയായിട്ടോ വ്യക്തികളോ ശത്രുവോ ചിലപ്പോൾ ഇതുപോലെ ചില മുദ്ര വെച്ച് മാറ്റിയെന്ന് വരാം, നമ്മെ ഒന്നിനും കൊള്ളില്ലെന്നവർ തഴഞ്ഞു മാറ്റിയെന്ന് വരാം. എന്നാൽ വ്യക്തികളുടെ മുദ്രയല്ല, തത്വത്തിന്റെ മുദ്രയായിരിക്കുന്ന ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വാക്ക് പറഞ്ഞാൽ വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ, വഴിയിൽ വലിയവൻ അനുവദിക്കുന്ന ദൈവമല്ല. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞാൻ നിന്നെ എടുത്ത് മുദ്രമോദ്രമാക്കുമെന്നുള്ള ദൈവത്തിന്റെ ഏറ്റവും ആത്മീക ബലം നൽകുന്ന വചനം നമ്മെ ഇന്ന് രാത്രികാലം ബലപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. സ്വതന്ത്രം. നമുക്കറിയാം, 1-2 ഉദാഹരണങ്ങളും കൊണ്ട് നമ്മുടെ സമയത്തിന് നിർത്തണമല്ലോ. അതുകൊണ്ട് വലിയ ഉദാഹരണത്തിലോട്ട് പോകുന്നില്ല. ആദ്യം ഒരു യോസഫിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയട്ടെ. സമയമുണ്ടെങ്കിൽ അടുത്തൊരാളുടെ കൂടെ പറയാം. യോസഫിന്റെ കാര്യം നമുക്ക് ഏറ്റവും പരിചയമുള്ള വ്യക്തികളാണ്. ഞാൻ പൊതുവെ നമുക്ക് ഫെമിലിയർ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള വ്യക്തികളുടെ ഉദാഹരണമോ എൻ്റെ ഉദാഹരണമോ അധികം പറയണമെന്ന് വിചാരിക്കുന്ന ആളല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു വരുമ്പോൾ അതായി പോകുന്നു. യോസഫിന്റെ ജീവിതത്തിൽ താൻ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു. അതായത് പോത്തിഫറിന്റെ വീട്ടില് വെച്ചാണ്. പോത്തിഫറാണ് കാരാഗ്രഹത്തിൽ അടച്ച് നമുക്കറിയാം. പിന്നീട് നമ്മൾ കാണുന്നു, ഫറവോന്റെ കൊട്ടാരത്തിൽ വന്നു, നേർമയുള്ള വസ്ത്രമൊക്കെ ധരിപ്പിച്ചു. പക്ഷെ ഫറവോൻ ഒരു മോതിരം തന്നെ അണിയിച്ചു എന്ന് പറയുന്നു.
നമുക്കറിയാമല്ലോ യോസഫിന്റെ ചരിത്രമൊക്കെ നമ്മുടെ സൺഡേ സ്കൂൾ തൊട്ട് പിള്ളേരൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ആ ഭാഗത്തിൽ അവിടെ ഒരു മോതിരം അണിയിച്ചു. എന്റെ ചിന്ത, കാരാഗ്രഹത്തിൽ അകപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനത്തിലായിരിക്കും. നിയമം ഡിക്ലെയർ ചെയ്തത് മുദ്ര അനുസരിച്ചാണ്. പഴയ കാലത്ത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഇപ്പൊ നമുക്കാണെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും ചെയ്താൽ ഉടനെ പിടിച്ച് ജയിലിൽ അടയ്ക്കത്തില്ല. പോലീസ് എടുത്തു എഫ്ഐആർ അല്ലെങ്കിൽ കേസായി കോടതി വിധിച്ചാൽ മാത്രമാണ്, നിയമത്തിന്റെ ആ അടിസ്ഥാനത്തിൽ മാത്രമേ തുറങ്കലിലടയ്ക്കാൻ, ജയിലിലടയ്ക്കാൻ നിർവാഹമുള്ളൂ. അതുപോലെ തന്നെ അവിടെ അന്നത്തെ നിയമത്തിൽ മുദ്ര ചെയ്യപ്പെട്ടതനുസരിച്ചും കൂടെയാണ് യോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചത്. എന്നാൽ പിന്നീട് ക്ഷാമകാലത്ത് സഹോദരന്മാർ വന്നപ്പോ പറഞ്ഞു, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ദേശത്താകത്തില്ല. അതുപോലെ നമുക്ക് അനുമാനിക്കാം. പോത്തിഫറിനോട് പറഞ്ഞു എന്ന് പറയുന്നില്ല, സഹോദരന്മാരോട് പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും പോത്തിഫറിനോടും പറയാനുള്ള സാധ്യതയുണ്ട്. പോത്തിഫറിനോടും പറഞ്ഞു കാണും, അല്ലേ, എൻ്റെ പൊന്ന് പോത്തിഫർ ചേട്ടാ, ഡു യു റിമെമ്പർ മീ എന്ന് ചോദിച്ചു കാണും. എന്നെ അന്ന് തുറങ്കലിൽ അടച്ചപ്പോൾ ആ അടച്ചത് കൊണ്ട് ആണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ധാന്യമൊക്കെ വിളമ്പുന്ന പരിപാടിയുമായിട്ട് ഇരിക്കുന്നത്. ഒരുപക്ഷെ നിയമത്തിന്റെ മുദ്രയുടെ പരിരക്ഷയിൽ എന്നെ തുറങ്കലിൽ അടച്ചു. അവിടെ നിന്നാണല്ലോ കൊട്ടാരത്തിലോട്ട് പോയത്. സഹോദരന്മാര് കുഴിക്കാത്തായിട്ടത് അവിടെ നിന്നല്ല പോയത്, കാരാഗ്രഹത്തിൽ നിന്നാണ് കൊട്ടാരത്തിലോട്ട് പോയത്. അപ്പോൾ അതിനു വേണ്ടി ഏറ്റവും എന്നെ സഹായിച്ചത്, ഏറ്റവും അധികമായി ഹെൽപ്പ് ചെയ്തത് ഈ നിയമത്തിന്റെ സഹായത്താൽ മുദ്ര വെച്ച് എന്നെ കാരാഗ്രഹത്തിൽ അടച്ചത് കൊണ്ടാണ്. ഇപ്പോ നോക്കണേ, ഫറവോൻ എനിക്കൊരു മോതിരം തന്നിട്ടുണ്ട്. ഫറവോൻ കൃത്യമായിട്ട് യോസഫിനോട് പറഞ്ഞിട്ടുണ്ട്, നീ തന്നെ പോയി ധാന്യം ശേഖരിക്കണം, വേറെ ആരും വിട്ടാൽ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ഈ ധാന്യങ്ങൾ ചില വർഷങ്ങൾ ശേഖരിക്കണം, കൂട്ടിയിടണം. അവിടെ ക്ഷാമകാലം വരുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പൂത്തതോ പതിരായതോ ചാമയായതോ ഒക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പൊ നല്ല ധാന്യം നോക്കി വേണം ശേഖരിച്ച് വെക്കാനായിട്ട്. അപ്പൊ ജോസഫ് തന്നെ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടെ എടുക്കണം. തനിക്ക് അതിനു വേണ്ടി അധികാരവും മുദ്രയും മോതിരവും ഫറവോൻ കൊടുത്താക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നേരത്തെ ഒരു മുദ്രയുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാരാഗ്രഹത്തിലിട്ടെങ്കിൽ തത്വത്തിന്റെ മുദ്രയായിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്വഭാവം അനുസരിച്ച്, നമ്മൾ വായിച്ച വാക്യം അനുസരിച്ച്, ഞാൻ നിന്നെ മോതിരമാക്കി മാറ്റുമെന്ന ദൈവത്തിന്റെ വചനത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതി അനുസരിച്ച് യോസഫിനെ മറ്റൊരു മോതിരം ദൈവം അണിയിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ പറയട്ടെ, ചിലപ്പോൾ പലരും നമ്മളെ മുദ്രയിട്ട് മാറ്റിവെച്ചെന്ന് വരാം. ഓ, ഇതിനെ കൊണ്ട് എന്തിനു കൊള്ളാം, ഇവരെ കൊണ്ട് എന്തിനു സാധിക്കും, ഇവരുടെ ഗതി ഇത്രയേ ഉള്ളൂ, ഇവർക്ക് ഇത്രയേ വളർച്ചയുള്ളൂ എന്ന് പറഞ്ഞ് മുദ്രയിട്ട് മാറ്റിവെച്ചെന്ന് വരാം. പക്ഷെ മുദ്രകളെ പൊട്ടിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഞാൻ നിന്നെ എടുത്ത മോതിരമാക്കി മാറ്റും എന്ന് പറയുന്ന യേശുവിലേക്ക് നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങിയത് വേറെ ആരെയും കണ്ടിട്ടല്ലോ, ക്രിസ്തുവിനെ നോക്കിയല്ലേ. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ മാത്രം നോക്കുന്നെങ്കിൽ കർത്താവ് നമ്മോട് പറയുന്നു, വചനം നമ്മോട് ശക്തമായി തന്നെ പഠിപ്പിക്കുന്നു, ഞാൻ നിന്നെ എടുത്ത് മോതിരമാക്കി മാറ്റും. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ എടുത്ത് മോതിരമാക്കി മാറ്റത്തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ച് സമർപ്പിച്ചു കൊടുക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. സ്തോത്രം. 5 മിനിറ്റ് കൂടെ ഉള്ളത് കൊണ്ട് മുന്നിൽ പെട്ടെന്ന് പറയട്ടെ. അടുത്തത് ദാനിയേലിനെ നമുക്കറിയാം. സ്തോത്രം. ദാനിയേലിന്റെ ജീവിതത്തിലും തനിക്കെതിരെ രേഖ എഴുതി എന്ന് നമ്മൾ കാണുന്നു, അല്ലെ. അവിടെയും രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കാത്തത് കൊണ്ട് അങ്ങനെയുള്ളവരെ സിംഹക്കുഴിയിലിടണം എന്ന് പറഞ്ഞ്, രാജാവിന് ഇഷ്ടം ഉണ്ടായിട്ടല്ല, മറ്റുള്ളവരുടെ ദാനിയേലിനോട് എതിർപ്പുള്ള വ്യക്തികൾ പ്രത്യേകതരമായ ദുരുദ്ദേശപരമായ ഗൂഢാലോചനകൾ പറഞ്ഞ് അത് രാജാവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മുദ്ര വെച്ചതാണ് ആ പേപ്പർ നിയമം. പക്ഷെ പിന്നീട് നമ്മൾ എന്ത് ആണ് അവിടെ കാണുന്നത്? ആ സിംഹക്കുഴിയിൽ അതുവരെ വീഴ്ത്തപ്പെട്ടവരും അതിനുശേഷം വീഴ്ത്തപ്പെട്ടവരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഒക്കെ സിംഹം കടിച്ചു കീറി. പക്ഷെ ദാനിയേലിന് മാത്രം, ഒരൊറ്റ വ്യക്തിക്ക് മാത്രം ഒരു കേടും വരുത്തിയില്ല. അവിടെ മോതിരം അണിയിച്ചു എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും, മോതിരം ആക്കുക എന്ന് പറഞ്ഞാൽ നിയമത്തെ എടുത്ത് മാറ്റുക, നമ്മെ തന്നെ നിയമത്തിന്റെ വ്യക്തിമുദ്രയായി പതിപ്പിക്കുക എന്ന അർത്ഥവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ നിയമത്തിനും വൈരുദ്ധ്യമായി ദാനിയേലിനെ ദൈവം വിടുവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സിംഹത്തിന്റെ വായടയ്ക്കുക എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ അവിടെയുണ്ട്. സിംഹത്തിന് കടിച്ചു കയറാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സിംഹത്തിന്റെ പൊതുവെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ അനിമൽ പ്ലാന്റിലോ ഡിസ്കവറി ചാനലിലൊക്കെ നോക്കുമ്പോൾ അതിങ്ങനെ എപ്പോഴും വാ തുറന്ന് ചിരിക്കുന്ന പോലത്തെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നേരിട്ട് പോയി നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം സിംഹത്തിനുണ്ട്. ഒരു പക്ഷേ ദാനിയേലിന് സുഖമായി ഉറങ്ങണമെങ്കിൽ ഈ ശബ്ദം ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ വായടച്ചപ്പോ അതും കൂടെ ചേർത്താ ദൈവം അടച്ചത്. തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുമെന്നും ഉറക്കം കൊടുക്കുമെന്നുള്ള വചനപ്രകാരം നന്നായിട്ട് ദാനിയേലിന് ഉറക്കാൻ വേണ്ടി സിംഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദവും കൂടെ വരാതെ ദൈവം അങ്ങ് അടച്ചു വെച്ചു. കടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല,
പകരം എന്ത് സംഭവിച്ചു? നിയമം എഴുതിയ രാജാവിനും കൂട്ടർക്കും രാത്രി ഉറക്കം വന്നില്ല. നമുക്കറിയാമല്ലോ, ഭാഗമൊക്കെ അറിയാമല്ലോ. രാജാവിന്റെ ഉറക്കം കെടുത്തി എന്നാണ് പറയുന്നത്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച സകലരുടെയും ഉറക്കം കളഞ്ഞു. പ്രവർത്തിച്ചവരെ പിറ്റേ ദിവസം കൂടി വീഴുകയും ചെയ്തു. ദാനിയേൽ മാത്രം ഒന്ന് ഉറങ്ങിക്കാണും. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നമുക്കെതിരെ മുദ്ര വെക്കുന്നതല്ല വിഷയം, നമ്മെ മുദ്രമോദ്രമാക്കി മാറ്റുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുവാൻ എല്ലാ കാലത്തും ദൈവമായ കർത്താവ് നമ്മളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പറയുമ്പോൾ സുഖമാണ്, പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയും കൂടെ ദാനിയേലിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ദാനിയേൽ 6:10 ഇപ്രകാരം പറയുന്നു: ദാനിയേലിനെതിരെ രേഖ എഴുതിയെന്ന് കേട്ടപ്പോൾ, അയ്യോ എനിക്കെതിരെ രേഖ എഴുതിയേ എന്ന് പറഞ്ഞ് കരയുകയല്ല ചെയ്തത്. എല്ലാവരെയും വിളിച്ച് കൂട്ടുകയല്ല, എങ്ങനടിച്ച് കരയുകയല്ല, ചങ്കത്തടിക്കുകയല്ല, ഓടി നടക്കുകയല്ല എന്നാ ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? ഒരു വിഷയമില്ല, പതിവ് ചെയ്തു വരുന്നത് പോലെ വീട്ടിലേക്ക് ചെന്നു, മുട്ടുകുത്തി 3 പ്രാവശ്യം സ്തോത്രം ചെയ്തു, പ്രാർത്ഥിച്ചു എന്നാണ്. 6 കൂട്ടം കാര്യങ്ങൾ താൻ പതിവ് ചെയ്തു വരുന്നത് പോലെ തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്കെതിരെ രേഖ എഴുതി അല്ലെങ്കിൽ മുദ്രയിട്ടു, മുദ്ര മാറുമെന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. നമ്മൾ വചനത്തിൽ വിശ്വസിക്കുക. പതിവ് ചെയ്തു വരുന്ന പോലെ, ഇപ്പൊ നമ്മൾ ചെയ്തു വരുന്നത്, എല്ലാ ദിവസവും വൈകിട്ട് മുടങ്ങാതെ മീറ്റിംഗിൽ കയറുന്ന പോലെ പതിവ് ചെയ്തു വരുന്നത് പോലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക, പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുക. എപ്പോഴൊക്കെ ചെയ്തിരിക്കുന്നു അത് കുറയ്ക്കാനല്ല, ഒന്നുകൂടെ കൂട്ടുക. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. മുദ്രകൾ മാറി നമ്മെ തന്നെ മുദ്രയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവപ്രവൃത്തിക്ക് എപ്പോഴും മുന്നറിയിപ്പുകളുണ്ട്, ദൈവപ്രവൃത്തിക്ക് എപ്പോഴും കൽപ്പനകളുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി വരണമെങ്കിൽ വ്യവസ്ഥകളുണ്ട്. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നാം വിശ്വസ്തയോടെ നിന്നേ മതിയാകൂ എന്നുള്ളത് സത്യമായും വ്യക്തമായും തിട്ടമായും തന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ വചനം ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പറയുന്നു. ഇന്ന് രാത്രിക്കാണ് നമ്മൾ കേട്ട അല്ലെങ്കിൽ വായിച്ച വാക്യം ഹഗ്ഗായി പ്രവചനം 2:23. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോദ്രമാക്കി മാറ്റും എന്നാണ് ദൈവം പറയുന്ന. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല വിഷയങ്ങളുണ്ടാകാം, ഭാരങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. സ്തോത്രം. അവിടെ നമ്മൾ ഭാരപ്പെട്ട് ക്ഷീണിച്ചു പോകുന്ന തലത്തിലേക്ക് വരുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹഗ്ഗായി എന്ന പേരിന്റെ അർത്ഥം തന്നെ ഉത്സാഹിപ്പിക്കുന്ന വ്യക്തി എന്ന രീതിയിലാണ്. നമ്മൾ ഉത്സാഹികളായിരിക്കണം. നമ്മൾ മടുത്തു പോകുന്നവരും ക്ഷീണിച്ചു പോകുന്നവരും ആയിരിക്കരുത്, മറിച്ച് മറ്റുള്ളവർ ഉത്സാഹിപ്പിക്കുന്നവരും കൂടെ ആയിത്തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിന്റെ അനുഭവം നമുക്കറിയാം. കർത്താവിനെ കല്ലറയിൽ അകപ്പെടുത്തി മുദ്രയിട്ട് വെച്ചു എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട സമയത്ത് അവൻ തത്വത്തിന്റെ മുദ്രയാകുന്ന ക്രിസ്തുവായി മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ എടുത്ത് മുദ്രമോദ്രമാക്കി മാറ്റുന്ന ദൈവമാണ്. സ്തോത്രം. യേശു കർത്താവിനെ കല്ലറയിൽ വെച്ച സമയത്ത് ഒരു പരിധി വരെ ആർക്കും തിരിഞ്ഞു നോക്കാനായിട്ട് ആഗ്രഹമുണ്ടായിട്ടും ധൈര്യമുണ്ടായില്ല. പലരും അടുത്തു വരാൻ ഉണ്ടായില്ല. ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ചുറ്റുമുള്ളത് കാവൽ കൂട്ടം മാത്രമാണ്. അപ്പോഴും കർത്താവിന്റെ ഉയർച്ച ഒരിക്കലും സാധ്യമാകരുത് എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത ഒരു സംവിധാനങ്ങളും അവിടെ ഉണ്ടായി എന്ന് നമുക്കറിയാം. പക്ഷേ അതിനൊക്കെ വൈരുദ്ധ്യമായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയ. സ്തോത്രം. ഒരു സാധ്യതകളില്ലാത്ത സാഹചര്യത്തിൽ ആരും സഹായിക്കുവാനോ കരുതുവാനോ സംരക്ഷിക്കുവാനോ ഇല്ല. പകരം ശത്രുക്കളുടെ ഒരു വലിയ കൂട്ടം തന്നെ ചുറ്റും കാവൽക്കൂട്ടമായി നിന്നെന്നും വരാം. ഭീതിജനകമായ അവസ്ഥയുണ്ടായെന്ന് വരാം. പക്ഷേ ദൂതൻ ഇറങ്ങുമ്പോൾ സകല മുദ്രകളും വെട്ടിമാറ്റപ്പെടുന്നു. സ്തോത്രം. അങ്ങനെ ദൂതൻ ഇറങ്ങാൻ വേണ്ടി ദൈവത്തിന്റെ സാമീപ്യവും സാന്നിധ്യവും വ്യക്തിപരമായി രുചിച്ചറിയുവാൻ വേണ്ടിയും കൂടെയാണ് പലപ്പോഴും ഒറ്റപ്പെടുന്നത്, പലപ്പോഴും അകപ്പെടുന്നത്, പലപ്പോഴും കല്ലറ സമാനമായിരിക്കുന്ന അവസ്ഥയിലാകുന്നത്, പലപ്പോഴും ഇരുട്ടത്താകുന്നത്, പലപ്പോഴും ശത്രുക്കളും കാവൽക്കൂട്ടങ്ങളും എതിരെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യവും കൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുമാറാകട്ടെ. സ്തോത്രം. വീണ്ടും നമ്മൾ ദാനിയേലിന്റെയും ജോസഫിന്റെ ഒക്കെ കാര്യം നമ്മൾ ചിന്തിച്ചു. ഹല്ലേലൂയ. അവരൊക്കെ ദൈവം മോതിരത്തെ പോലെ ആക്കി മാറ്റിയ അനുഭവങ്ങളും ഉണ്ടായി. ഈ ദിവസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമസ്ത വിഷയങ്ങളുടെയും മധ്യത്തിൽ ദൈവസന്നിധി സമർപ്പിക്കുവാൻ തയ്യാറുള്ളവരാണ് നമ്മളെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം ഒരിക്കൽ കൂടെ വചനത്തിന്റെ അധികാരികളിൽ നിന്ന് നമ്മോട് ആലോചന അറിയിക്കുന്നു. ഞാൻ നിന്നെ എടുത്ത് മോതിരമാക്കി മാറ്റും. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവ പ്രവൃത്തിയുടെ തിരഞ്ഞെടുപ്പിന്റെ പരിഭാവനമായിരിക്കുന്ന പൂർത്തീകരണത്തിലേക്കും പദ്ധതികളിലേക്കും ആ വ്യാപ്തത്തിലേക്കും നമ്മെ തന്നെ കൊണ്ടുവരുവാൻ സമർപ്പണത്തോടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിംഗിലേക്ക്